കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ സാറേ 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 എന്ത് സാറേ എന്നല്ല കൃഷ്ണ എന്നാണ്. അതെ, എനിക്കിവിടെ ജോലി തന്നിരിക്കുന്നത് ഇവിടുത്തെ സാറാണ്. അപ്പൊ പിന്നെ ഞാൻ സാറേ എന്നല്ലേ വിളിക്കേണ്ടത്. വെളിയില് ഒരു ചെറിയ പരക്ക സംസാരമുണ്ട്. എന്തോന്ന്? രാവിലെ മുതൽ ഇവിടെ പാട്ട് മത്സരമല്ലേ? ഇവിടെ വെള്ളി ഉണ്ടെന്ന് ഫ്ലോറില്. തൂത്തുവാരി എടുത്ത് ജ്വല്ലറി കൊണ്ടുകൊടുത്താൽ നമുക്ക് പൈസ കിട്ടൂലേ? ഓ, ആര് കേക്കണ്ട, നിങ്ങളെ ചെകളെ അടിച്ച് മൂളിക്കും. അങ്ങനല്ല, ഞാൻ ഇവിടെ രാവിലെ മുതൽ ഇരിക്കുകയാണ്. ഇവിടെ പാടുന്ന ഓരോ പാട്ടും തനി തങ്കമാണ്, തനി തങ്കം. അപ്പൊ അത് കൊണ്ട് വെക്കാലോ. വെള്ളിക്ക് മേളിലല്ലേ തങ്കം, അത് കൊണ്ടുവച്ച് നമുക്ക് പൈസ ഉണ്ടാക്കിയൂടെ? അയ്യോ, ഇത് അറിയണവരടുത്ത് പറഞ്ഞിട്ടല്ലേ വല്ല കാര്യമുള്ളൂ. നിങ്ങൾ പോണണ്ട, പോ. ഞാൻ തെന്നിയത് കണ്ടാ? കണ്ട് അല്ല കണ്ട്. നീയല്ലേ പറഞ്ഞു ഇവിടെ തങ്കം ഒന്ന്? ഇടി പാടി മെഴുകിയിട്ടേക്കണം അവിടെ. അത് പാടി മെഴുകിയിട്ടേക്കണല്ല, ഞാൻ തുടച്ചപ്പോ വെള്ളമായതാണ്. തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് പാടി നമുക്ക് ഒരു രക്ഷയില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെ, നമുക്ക് ഞാൻ അഹങ്കാരത്തിൽ പിടിച്ചാലോ? അഹങ്കാരത്തിൽ പിടിച്ചാലോ? ഇവിടെ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ പറയുമല്ലോ ഒരു അഹങ്കാരത്തില്. അഹങ്കാരം. ആ പയ്യന്റെ പേരെന്ത്? ഗെയിന് ഗെയിന്. അത് മൈക്ക് കേക്കണേല്ലേ? ട്രെയിന്. അത് പാളത്തിൽ കൂടെ പോണേല്ലേ? അത് നീളത്തിൽ പോണം. അതല്ലോ പൈന് പൈന്. അത് ക്രിസ്മസിന് കുടിക്കണേല്ലേ? പിന്നെ അവന്റെ പേരെന്താണ്? അത് ഡെയിൻ. അതാ ഡെയിൻ ഡേവിസ്. ഡെയിനും. അത് അങ്ങനെ ഒരു പേര്. പേരെന്ന് പറഞ്ഞ ഇതാണ് മഞ്ചാടി മൂട് കുഞ്ചായി മക്കു. അത് വേറൊരു പേര്. എന്താടി എന്റെ പേരിന് കുഴപ്പം? പേരിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വന്ന കാര്യം പറയാം. എന്തോ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാലോ. നമുക്ക് ഞാൻ അവിടെ പോയിട്ട് മ്യൂസിക് ഇട്ട് വന്നിട്ടേ ഞാൻ അഹങ്കാരത്തിൽ പിടിച്ചാലോ? എന്തുവാ ഇത് അഹങ്കാരം? എന്തുവാ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ അഹങ്കാരം പിടിച്ചാലേ? അത് ആങ്കറിങ്. അതെന്തൊരു കറി? കറിയല്ല. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, ഇറങ്ങി പൊക്കോളാം. ഇവിടെ നാണക്കേട് ഉണ്ടാക്കി വെക്കല്. കയ്യും കാലും പിടിച്ച് കിട്ടിയ ജോലിയാണ്, അറിയാല. അല്ലെങ്കിൽ തന്നെ ഇവിടെ സാർ ഒരു പാട്ട് കഴിഞ്ഞ് കട്ട് കഴിഞ്ഞിട്ട് മൈക്ക് എടുത്ത് വെച്ചിട്ട് ആ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യൂ, ആ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യൂ. ഇവിടെ നടു ഒടിഞ്ഞിട്ട് വയ്യ എനിക്ക്. നിനക്കിതിന്റെ ആവശ്യമുണ്ട്? ആ പയ്യന്റെ മറ്റേ പയ്യന്റെ കൂടെ കാണുമല്ലേ, മീനാക്ഷിയാ? ആദ്യം എന്ത് രക്ഷയാണെങ്കിലും ആ കൊച്ചിനെ വിട്ട് ഒരു 4 റൗണ്ട് കൂടെ കറക്കി കഴിഞ്ഞാൽ ഉള്ള വേസ്റ്റും പൊടിയൊക്കെ അങ്ങ് പോകില്ലേ? അതെന്തിന്? എടി നാട്ടിൽ എല്ലാ വേസ്റ്റും കൊണ്ടല്ലേ ആ കൊച്ചു ഇവിടെ വരുന്നത്, ഫ്ലോറിൽ വരുന്നത്. അതെന്താ? ആ കൊച്ചിന്റെ ഡ്രസ് അറിയാമോ? കോർപ്പറേഷനിലെ ചൂല് പോലെയാണ്. എല്ലാ വേസ്റ്റും കൊണ്ടുവിടെ വരും. ഇത് അവള് കേട്ടോണ്ടല്ലോ, ആ ചൂലെടുത്ത് നിങ്ങളെ തല്ലി ഓടിക്കും ഇവിടെ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വല്ലത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. ഇവിടെ സാർ ഇപ്പൊ കാത്തിരിക്കുവാണ്. ഇത് ഞാനേ അവരൊന്ന് ഇംപ്രഷൻ ആക്കാൻ വേണ്ടിയേ. അയ്യോ എല്ലാരെ ഞാൻ 7 സ്വരം പാടിയാലോ? ഒരു സ്വരം മര്യാദക്ക് ആദ്യം പാടും, പിന്നെ 7 സ്വരം ഉണ്ടാക്കും. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൂപ്പൻ സംഗീതജ്ഞനായിരുന്നു. സംഗീതന്റെ അച്ഛനായിരുന്നു? സംഗീതന്റെ അച്ഛനല്ല, സംഗീതജ്ഞനായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ വേണം? എന്റെ അപ്പൂപ്പൻ 30 വർഷത്തിന് മുമ്പ് നീ പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മുത്തച്ഛൻ പിന്നെ ഉപയോഗിച്ചോണ്ടിരുന്ന ഈ പിന്നെ ഇത് ഈ വീണ. വീണയാ? പിന്നെ ഇത് മതളം മതളം ഗിറ്റാർ 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 വയലിൻ വയലിൻ വയലിനോ? വയലിനോ? ഇത് തബല. എന്നാലും നിങ്ങൾ ഹാർമോണിയം എന്ന് പറയൂ. ഹാർമോണിയം. അമോണിയോ? അല്ല, ആ ഹാർമോണിയം കൊണ്ട് എന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ് നീ പോയി രക്ഷപ്പെട്ടോളാം. എന്റെ തലയെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഒമ്പന് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. സാറേ ഞാനേ ശരണം ഒന്ന് പാടിയാലോ? എന്താ ശബരിമലയിൽ പോണോ? ശബരിമലയിൽ പോണോ ശരണം പാടാൻ? അല്ല, ശരണം ഒന്ന് പാടിയാലോ? അത് ചരണം. അങ്ങനെയാണ് ചായയുടെ ചരണം. എന്നാൽ ആ ചരണം ഒന്ന് പാടിയാലോ? ചരണം മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ നിങ്ങളെ മരണമായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ കിടന്ന് ചരണം പാടേ ചായ കുടിക്കേ കിടന്നുറങ്ങി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. ആരോ പാടും ആരോ പാടും ഒരിക്കൽ കൂടെ പാടണ. ആരോ പാടും. എന്റെ അണ്ണ പാടണ എന്തൊരു സ്വരശുദ്ധി എന്ന് നോക്കുകയാണ്. എന്റെ അണ്ണ പാടിയത് കേട്ട കേക്ക് 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 അങ്ങോട്ട്. പിന്നെ കടുപ്പം കുറച്ചൊരു ചായ കൂടെ.
കേക്കിന്റെ കൂടെ അല്ലെങ്കിൽ തൊണ്ട കൊട്ടും. ഓ, അതല്ല ഞാൻ പറഞ്ഞത്. അവരോട് പറയണം നിങ്ങൾ പാടണം അങ്ങോട്ട് കേക്കാൻ. അങ്ങനെ ആ പാടിക്കൂടെ അങ്ങോട്ട് പാട്. ഇതുവരെ എന്റെ ഫുൾ ഫ്രണ്ടിൽ എന്റെ ഫുൾ കഴിവ് ഇതുവരെ പെണ്ണുമ്പിള്ള കണ്ടിട്ടില്ല. കേട്ടോ. ആരോ പാടും ആ ഏതോ താളം, ആ ആരോ പാടും ഏതോ താളം, ആരോ പാടും ഏതും താളം, ഏതോ താളം, ആരോ പാടും ഏതോ താളം, ഏതും താളം. ഭുവനേശ്വരി ആരോ പാടും ഏതോ താളം, ഭുവനേശ്വരി പാടാം. പാടിയില്ല, പാടി തീർന്നില്ല. സാറേ തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴൊന്നും തീരൂല സാറേ. ഇറങ്ങ് 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 വെളിയില് ഇറങ്ങ്. സെക്യൂരിറ്റിയാണ്. ഓ ഇങ്ങോട്ട് സാറേ തുടങ്ങിക്കോ. പുള്ളിക്ക് ആദ്യം സെക്യൂരിറ്റിനെ വെച്ച് ഡെയ്മോനെ, കൊടുക്ക്. നീ കയറി അനൗൺസ് ചെയ്തോ, ഇല്ലെങ്കിൽ ഇതൊന്നും തീരൂല. ഞങ്ങൾ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞതാ. ഇനി ഞങ്ങളുടെ കണ്ടസ്റ്റന്റ് പണി വെയിറ്റ് കഴിഞ്ഞു. ചെയ്യുവാ. കടന്നു വരൂ. ആരോ പാടും ഏതും താളം. ഇറങ്ങിപ്പോ പൊക്കോളാവുന്നു.